നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വില്ലേജ് ഓഫീസർ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് നികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പത്തനംതിട്ടയിൽ തന്നെ അവിടുത്തെ CPM ഏരിയ സെക്രട്ടറിയെ ഫോണിൽ വിളിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടുപേരും തമ്മിൽ പല സംസാരങ്ങൾ വരുന്നു, തർക്കമാവുന്നു. ഒടുവിൽ തിരിച്ചിങ്ങോട്ടൊരു ഭീഷണിയാണ്, കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയാണ്. ഇപ്പോൾ ആ ഒരു കോൺവെർസേഷൻ, ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള ഒരു ഫോൺ കോള് ഇപ്പോൾ എല്ലാ മാധ്യമത്തിലും വന്നു കഴിഞ്ഞു. വലിയ രീതിയിൽ ഇപ്പോൾ അത് പുറത്തു വന്ന് ചർച്ചയായിരിക്കുകയാണ്. ഈ ഒരു വിഷയം പത്തനംതിട്ടയിലാണ്, ശ്രദ്ധിക്കണം. ഇതിനു മുൻപ് നമ്മൾ നവീൻ ബാബുവിന്റെ, കണ്ണൂർ ADM ആയിരുന്നുള്ള നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതെ അതെ. ഇപ്പോൾ ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോഴും പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെയാണെങ്കിൽ ആളുകൾക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള അവകാശമില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. മാത്രമല്ല, ഇതിലൂടെ വീണ്ടും ഒരു ഇത്തരത്തിൽ നവീൻ ബാബുവിനെ വീണ്ടും സൃഷ്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുടെ പോക്കിനെ കുറിച്ചിട്ടും ആളുകൾ വലിയ രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അതില് ഞാൻ ആ വോയിസ് കേട്ടായിരുന്നു. ആ വോയിസ് എന്ന് പറയുമ്പോൾ ഫോൺ സംഭാഷണം. അതില് പറഞ്ഞിരിക്കുന്നത്, വില്ലേജ് ഓഫീസർ പുള്ളി പറയുന്നു, ഞാൻ നാരങ്ങാനോ എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ് ജോസഫ് ജോർജ്. ഞാനിവിടെ പുതുതായിട്ട് ചാർജ് എടുത്ത ഓഫീസറാണ്. നിലവിൽ ആദ്യം ചെയ്തിരിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. നമ്മുടെ സംസ്ഥാനത്തിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് എന്നും കേൾക്കുന്ന, എല്ലാ കാലവും കേൾക്കുന്ന പഴിയാണ് കുടിശ്ശിക പിരിച്ചെടുക്കാനായി സാധിക്കുന്നില്ല എന്ന്. കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും കേൾക്കുന്ന പഴിയാണ് GST പിരിച്ചെടുക്കുന്നില്ല എന്നുള്ള ഒരു സംഭവം. അപ്പൊ നമ്മുടെ സംസ്ഥാനം എന്തുകൊണ്ട് വീണ്ടും വീണ്ടും പിന്നിലേക്ക് സാമ്പത്തിക കാര്യത്തിൽ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി നേരത്തെ നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റവന്യൂ ജനറേറ്റിംഗ് സോഴ്സുകളിൽ നിന്ന് പൈസ സമാഹരിക്കാനായി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുപോലുള്ള വില്ലേജ് ഓഫീസുകളുണ്ട്, ഇതുപോലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകളുണ്ട്. ഇവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന പലിശ പിരിച്ചാൽ തന്നെ, തുക പിരിച്ചാൽ തന്നെ വലിയൊരു വരുമാനം തന്നെയാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത്. കാര്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെയാണ് ഇത്തരത്തിൽ കിട്ടാനുള്ളത്, ചെറുതും വലുതുമായിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ജോലിയിലെത്തി ആദ്യം ചെയ്തതെന്ന് പറയുന്നത്, ആരൊക്കെയാണ് കുടിശ്ശിക നൽകാനുള്ളത്, ഏറെക്കാലമായി കുടിശ്ശിക നൽകാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അതിൽ ഏറ്റവും അധികം തുക വരുന്ന ആൾക്കാരെ തൊട്ട് വില്ലേജ് ഓഫീസർ നേരിട്ട് വിളിക്കുകയാണ്. വില്ലേജ് ഓഫീസർ നേരിട്ട് വിളിച്ച് ഇതുപോലെ വില്ലേജ് ഓഫീസർ നേരിട്ട് വിളിച്ച് നമ്മളോട് കുടിശ്ശിക അടയ്ക്കണമെന്ന് പറയാറില്ല. അപ്പം ഇവിടെ അദ്ദേഹം എന്തുകൊണ്ട് തന്റെ സഹപ്രവർത്തകരുടെ ജോലി എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനികളെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പക്ഷേ ഈ മേഖലയിൽ നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഈ പറയുന്ന സഞ്ജു അല്ലേ, സഞ്ജു എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ കുടിശ്ശിക അയക്കാനുള്ളതെന്ന് പറഞ്ഞു, MV സഞ്ജു. അപ്പോ സ്വാഭാവികമായും പുള്ളി അന്വേഷിച്ചു, ആരാണ് MV സഞ്ജു. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, അത് CPMന്റെ പത്തനംതിട്ട ഏരിയ സെക്രട്ടറിയാണ്. അപ്പോ ഏരിയ സെക്രട്ടറി ആയിക്കോട്ടെ, ഏരിയ സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ആരും ആയിക്കോട്ടെ, ഈ പറയുന്ന വീടിന്റെ നികുതി അടയ്ക്കണം എന്ന് പറയുന്നത് ന്യായമായ ഒരു കാര്യമാണ്. അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. അവർക്ക് പ്രത്യേകിച്ച് പരിഗണനയൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും അടച്ചേ തീരൂ, അല്ലാതെ നമുക്ക് ഇവിടെ തുടരാൻ പറ്റത്തില്ല. അപ്പോൾ അത് ആ കുടിശ്ശിക തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരോട് വിളിക്കാൻ പറഞ്ഞാണ്. ഒരു പക്ഷെ അവർ ആരെങ്കിലും മടി പറഞ്ഞു കാണും. ഇദ്ദേഹത്തെ ഭയമുള്ള ആരെങ്കിലും ആയിരിക്കാം. ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ഭയക്കണമെന്നുള്ളത് തൊട്ട് പുറകെയുള്ള സംഭാഷണത്തിലൂടെ മനസ്സിലായതാണ്. ഇതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഈ സഞ്ജുവിനെ വിളിച്ചിട്ട് ഇതുപോലെ നികുതി അടയ്ക്കാനുള്ളതല്ലേ എന്ന് പറയുന്നു. 1-2 അല്ല, ഏകദേശം 2019 മുതലോ മറ്റോ ആണ് ഈ നികുതി അടയ്ക്കാതിരിക്കുന്നത്. മനഃപൂർവ്വം അടയ്ക്കാത്തതാണ്. ചെറിയ തുകയാണ്. ചെറിയ തുക പെരുകി ഏകദേശം നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം എത്രയാണെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എവിടെയോ കണ്ടതുപോലെ ഒരു 9,000 സംതിങ് കണ്ടതുപോലെ തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തതയില്ല, അത് പരിശോധിക്കണം. അപ്പൊ എന്നിരുന്നാലും 4 വർഷത്തിൽ കൂടുതലുള്ള നികുതിയാണേ, എല്ലാ വർഷവും അടയ്ക്കേണ്ടതാണ്. അതെന്തുകൊണ്ട് അടയ്ക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ അതിനൊരു എക്സ്ക്യൂസ് പുള്ളി പറയാൻ തുടങ്ങുകയാണ്. അപ്പം എക്സ്ക്യൂസ് എന്തായിരുന്നാലും പറയുമെന്ന് ആർക്കറിയാം, വില്ലേജ് ഓഫീസർക്ക് അറിയാം. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതാണ്, എന്തോ തന്നെ ആയിക്കോട്ടെ, എന്നാലും നികുതി അടയ്ക്കണം സുഹൃത്തെ എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞത് നമ്മുടെ ഏരിയ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഒരു തെറിവിളിയായി അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഓഫീസിൽ കയറി കയ്യും കാലും വിട്ടു എന്നാണ്. ഓഫീസിൽ കയറി കയ്യും കാലും വിട്ടു എന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു വില്ലേജ് ഓഫീസറെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതിൽ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് കേസെടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവന് പോലും ഭീഷണിയാണ്. അത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി. അതായത് അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ RDO ഉദ്യോഗസ്ഥര് അദ്ദേഹത്തിന് എസ്കോർട്ട് പോവുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ട്. വഴിയിൽ വെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തി ആര് സമാനം പറയും? പ്രത്യേകിച്ച് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലുള്ള ഒരു ADMനെ
അവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടമായിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. കണ്ണൂർ നടന്ന സംഭവമാണെങ്കിൽ പോലും അദ്ദേഹം പത്തനംതിട്ടയിലെ ഈ പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന മലയാളപ്പുഴയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോ പത്തനംതിട്ട ജില്ലയിൽ അതിന്റെ ഒരു കാറ്റടിച്ചതാണോ, അതോ കണ്ണൂരിൽ നിന്നും അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ എത്തിച്ചപ്പോൾ പത്തനംതിട്ടയിലെ സഖാക്കൾക്കും ആ ഒരു ചൂര് കിട്ടിയതാണോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കെട്ടിടത്തിന്റെ നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത് മോശകരമായ സംസാരമെന്ന് വ്യാഖ്യാനിക്കുന്ന ഈ ഏരിയ സെക്രട്ടറി എന്ത് തന്നെയായിരുന്നാലും ഒരു മിടുക്കനാണെന്ന് വേണം പറയാൻ. ഇതിലിപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഈ കോൺവെർസേഷനൊക്കെ പുറത്തു വന്നപ്പോ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് മനഃപൂർവ്വം പ്രചരിപ്പിച്ചതാണ്. മാത്രമല്ല ഈ വില്ലേജ് ഓഫീസർ അദ്ദേഹം കയറിയിട്ട് അധികം നാൾ കഴിയുന്ന മുൻപ് തന്നെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിക്കുന്നത്. അതായത് നമ്മുടെ ചില ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്സ്യൂള്, ഇങ്ങനെയുള്ള ഒരു ക്യാപ്സ്യൂളാണ് ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്നത്. അല്ല, ഇതില് അതിശയമൊന്നുമില്ല. ആദ്യം പറഞ്ഞതിനുള്ള മറുപടി ഞാൻ തരാം. കോൾ റെക്കോർഡ് ചെയ്തു ഈ പറഞ്ഞ പോലെ കൈക്കൂലി മേടിച്ചു എന്ന് പറയുന്നില്ലേ, അതിൽ അതിശയമൊന്നുമില്ല. പി ദിവ്യ എന്താണോ നമുക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണോ സർക്കാർ ഉദ്യോഗസ്ഥരെ ട്രീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇദ്ദേഹം ചെയ്തു എന്നേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം ഒരു പ്രശ്നത്തിൽ അകപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പകരം പറയേണ്ട ഒരു സാധനം എന്താണ്, അഴിമതിക്കാരനാണ്. അതിന് തെളിവൊന്നും വേണമെന്നില്ല. ഇനിയിപ്പോ തെളിവ് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി കൊടുക്കാൻ ഏതെങ്കിലും ഒരു പ്രശാന്തനെ കിട്ടും. പത്തനംതിട്ടയിൽ ഇഷ്ടംപോലെ പ്രശാന്തന്മാര് ചിലപ്പോൾ കാണും. അപ്പൊ അതുകൊണ്ടൊന്നും അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനി കോൾ റെക്കോർഡിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇത് ഒരു റെക്കോർഡഡ് കോൾ ആണ്. ഇത് വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്നാണ് പുറത്തു പോയെന്നുള്ളത് വ്യക്തമായിട്ടുള്ളതാണ്. ഒരു കോൾ റെക്കോർഡ് ചെയ്യുന്നത് മഹാ അപരാധമാണെന്നുള്ളതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, റെക്കോർഡ് ചെയ്യാതെയാണ് ഈ കോൾ വിളിച്ചതെന്ന് വിചാരിക്കുക, ഈ കാര്യങ്ങൾ പുറം ലോകം അറിയോ? ഒരിക്കലുമില്ല. പരാതിക്ക് ബലം, അതെ, പ്രൂഫ് എന്ന രീതിയിലോ ഒരു ബലം കൂട്ടാനെന്ന രീതിയിലോ ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആധികാരികമായ തെളിവുണ്ട്. ഇത് പുറത്തു വന്നപ്പോഴാണ് എത്രത്തോളം ധാർഷ്ട്യം ഇദ്ദേഹത്തിനുണ്ടെന്നും ഒരു സാധാരണക്കാരൻ എങ്ങനെ പെരുമാറരുത് എന്നുള്ളതിന്റെ വ്യക്തമായ, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എങ്ങനെ സംസാരിക്കരുത് എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമായി ഈ സഞ്ജു മാറിയത്. ഇദ്ദേഹം കൃത്യമായി പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉള്ളതാണ്. അത് മനഃപൂർവ്വം റെക്കോർഡ് ചെയ്ത് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയതെങ്കിൽ ശരി, ആയിക്കോട്ടെ. അങ്ങനെ ഒരു ട്രാപ്പിലേക്ക് എന്തിനാണ് എടുത്ത് ചാടിയത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായി, കെട്ടിട നികുതി അടയ്ക്കാൻ പറയുന്നവന്റെ കൈയും കാലും തല്ലി ഒടിക്കലാണോ സാധാരണക്കാരൻ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ മറ്റുള്ള നാട്ടുകാർ പ്രവർത്തിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ 4.5 കോടി ജനങ്ങളും നാളെ മുതൽ റവന്യൂ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ കെട്ടിട നികുതി അടയ്ക്കണമെന്ന് പറയുമ്പോൾ മിണ്ടിപ്പോരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൈയും കാലും ചവിട്ടി ഒടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്കെങ്കിലും ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലി എടുക്കാൻ പറ്റും? ഇതുമായി ബന്ധപ്പെട്ട് 100 കോടി പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പോലീസ് സംവിധാനത്തിന് ഇത് പരിഹരിക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ട് ഇതേ സംഭവം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു വർഷം ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാവുകയാണ്. 100 കോടി പരാതി വരികയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിൽ മൊത്തം ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനുകളിൽ പരാതി മാത്രമായി മാറത്തില്ലേ? അപ്പൊ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? ഇനി ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ, പ്രത്യേകിച്ചും കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തി, ഏരിയ സെക്രട്ടറി എന്ന് പറയുന്നത് ചെറിയൊരു പദവിയല്ല CPM-നെ സംബന്ധിച്ച്. അവിടേക്ക് എത്തണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തുമാത്രം ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ആ ഒരു നിലയിലേക്ക് എത്താൻ, അങ്ങനെ ഒരു പാർട്ടിയിലേക്ക് വളർന്ന് ഒരു തലപ്പത്തേക്ക് എത്താൻ കഴിഞ്ഞ ഒരാള് ഈ ഭീഷണിയും 4ാം മുറ തേർഡ് റൈറ്റ് ഗുണ്ടായിസോ ഒക്കെ കയ്യിൽ കൊണ്ട് നടക്കുന്നത് ഭൂഷണമാണോ എന്നുള്ളത് കൂടി അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുന്ന പരിപാടിയാണ്, മുഖ്യമന്ത്രിക്ക് കളങ്കമുണ്ടാക്കുന്ന പരിപാടിയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. മാപ്പ് പറയുകയാണ് മര്യാദകളുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമെന്നാണ് ഇതിൽ പറയാനുള്ളത്. ഇപ്പൊ എന്ത് നടപടി എടുക്കുന്ന അറിയില്ല. കാരണം ഇപ്പൊ പരാതി കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, കളക്ടർ അത് പോലീസിനെ കൈമാറിയിട്ടുണ്ടെന്ന്. ആറന്മുള പോലീസിനാണ് കൈമാറിയിട്ടുള്ളത്. ആറന്മുള പോലീസിന് കൈമാറി. വീണ ജോർജിന്റെ മണ്ഡലമാണ്. അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാപ്പ കേസ് പ്രതിയായിട്ട് നമ്മൾ കൊടിയൊക്കെ ഉയർത്തിയല്ലേ. അപ്പോ ഏരിയ സെക്രട്ടറിക്ക് സംരക്ഷണം കൊടുത്തില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇനി ഒരു പക്ഷേ വാദി പ്രതിയാകും. ഈ വില്ലേജ് ഓഫീസർ ആണെങ്കിൽ തനിക്ക് സംരക്ഷണം നൽകണമെന്നും തന്റെ ജീവൻ അപകടത്തിലാണെന്നും ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ഭീതിയിലാണെന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ഒറ്റയ്ക്കാണ്, അദ്ദേഹത്തെ ആരും സംരക്ഷിക്കാനില്ല. അദ്ദേഹത്തിന് ഇന്നലെ പ്രൊട്ടക്ഷൻ കൊടുത്തതായിട്ട് ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നു. എല്ലാ ദിവസവും അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. എല്ലാ ദിവസവും അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഈ ആർമി ഉദ്യോഗസ്ഥർക്ക് പോകാൻ പറ്റൂ? ഒരിക്കലുമില്ല. അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യണം, ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യാൻ സാധിക്കും. അതിന് കെൽപ്പുള്ള ഒരു പാർട്ടിയാണ്, അതിന് തക്ക സംവിധാനങ്ങളുള്ള ഒരു വ്യക്തിയാണ് സഞ്ജു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പദവിയിലൊക്കെ എത്തിയതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു വില്ലേജ് ഓഫീസറെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഉറപ്പായിട്ടും അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും പുള്ളിക്ക് കാണും. അതുകൊണ്ട് തന്നെ എത്ര കാലം ഇങ്ങനെ സംരക്ഷണം കൊടുക്കും, എത്ര കാലം ഇവരിൽ നിന്ന് മാറ്റി നിർത്താനായി സാധിക്കും? അദ്ദേഹത്തിന് ആ നാട്ടിൽ ഇനി ജോലി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും ഇനി അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരും. ഒരുപക്ഷെ കൈക്കൂലിക്കാരനാവും, ജോലി പോകാം, സസ്പെൻഡ് ചെയ്യാം, ഒരുപക്ഷെ വിചാരണ നേരിടേണ്ടി വരാം. അങ്ങനെയൊക്കെയുള്ള കഠിന പരീക്ഷണങ്ങൾ കേരളത്തിൽ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച്
ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. അതാണല്ലോ നമുക്ക് മുന്നിലുള്ള ചരിത്രം.